ഞാൻ നിൽക്കുന്ന ഒരു 8 വർഷം പഴക്കമുള്ള ഒരു കിച്ചണിലാണ് ഞാൻ നിൽക്കുന്നത്. ഒന്നും പറയാനില്ല, ഇവിടെ ആകെ പ്രശ്നമാണ്. പ്രശ്നം എന്ന് പറഞ്ഞാൽ പാറ്റ പല്ലി ഒരു രക്ഷയില്ല, മൊത്തം പോയി. ഇപ്പം ഞാനത് മൊത്തം റിമൂവ് ചെയ്ത് ഞാൻ അതിനെ പുറത്താക്കിയേക്കുവാണ്. ഇതിനകത്തുള്ള വിഷയം ഇപ്പം ചെതലിൻ്റെ ഒരു വിഷയമുണ്ട്, അതുപോലെ വെള്ളത്തിൻ്റെ ഈർപ്പത്തിൻ്റെ വിഷയമുണ്ട്. അപ്പം ഇങ്ങനെയുള്ള വിഷയങ്ങൾ കാരണം കൊണ്ടാണ് ഇത് ഏറ്റവും കൂടുതലും പെട്ടെന്ന് ഡാമേജ് ആവുന്നത്. അപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, എവിടെയെങ്കിലും കിച്ചണിനകത്ത് നനവോ പ്രശ്നമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമ്മൾ അവിടെ പെസ്റ്റും കാര്യങ്ങളെല്ലാം ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഈ പറയുന്ന കിച്ചണിൻ്റെ ക്വാളിറ്റി, എത്ര നല്ല ക്വാളിറ്റി കിച്ചൺ നമ്മൾ ചെയ്താലും 100% ഡാമേജ് ആയി പോയിരിക്കും. നമ്മളിപ്പം ഇവിടെ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ബോട്ടം ലെവലുള്ള വർക്കുകൾ മാത്രമേ ചെയ്യുന്നുള്ളൂ, ടോപ്പ് ലെവലൊന്നും ചെയ്യുന്നില്ല. ബോട്ടം കംപ്ലീറ്റ് ഡാമേജ് ആയി പോയി, അതിനെ കംപ്ലീറ്റ് റിമൂവ് ചെയ്ത് പ്രോപ്പറായിട്ട് ഈ വോളെല്ലാം സാൻഡ് ചെയ്ത് അതിനെ പ്രോപ്പറായിട്ട് പ്രൈമറൊക്കെ അപ്ലൈ ചെയ്ത് പുതിയ കിച്ചൺ ക്യാബിനറ്റാണ് നമ്മൾ ഇതിനകത്ത് ചെയ്യുന്നത്. ബോട്ടം മാത്രം, പിന്നെ അതിൻ്റെ കിച്ചൺ സിങ്കും ഗ്രാനൈറ്റും അങ്ങനെ ബാക്കി വരുന്നുള്ള ബാസ്ക്കറ്റ്സ് എല്ലാം മാറി ബോട്ടം സൈഡ് മാത്രം പുതിയൊരു മോഡുലാർ കിച്ചണാണ് നമ്മൾ ഇത് ചെയ്യാൻ പോകുന്നത്. ഇത് ഈ ഒരു ഡയറക്ഷനിലാണ് നമ്മൾ ഈ കിച്ചണിൽ കുക്ക് ചെയ്യുന്ന ഒരു ഏരിയ. അപ്പോൾ ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്ന ഹുഡും ഹോബും ഈ ഒരു ഡയറക്ഷനിലാണ് ഫിക്സ് ചെയ്തിരിക്കുന്നത്. പക്ഷേ ഇത് പ്രോപ്പർ വർക്കിംഗ് അല്ല. ഈ വർക്കിംഗ് അല്ലാത്തതുകൊണ്ടാണ് ഈ പറയുന്ന ഈ കാണുന്ന ഓയിലും റൂഫിലെല്ലാം ഓയിലെല്ലാം കംപ്ലീറ്റ് ഇതിനകത്ത് പറ്റിയിരിക്കുന്നത്. ഇത് പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുവാണെങ്കിൽ ഒരു കാരണവശാലും കിച്ചണിനകത്ത് ഇങ്ങനെ ഒരു ഡേർട്ടി ഫിനിഷ് ഒരിക്കലും ഉണ്ടാവത്തില്ല. ഞാൻ ഒരു കാര്യം കാണിക്കാം. ഇത് കണ്ടോ, ഇതിനകത്ത് കംപ്ലീറ്റ് ഓയിലും ഇതിനകത്ത് ഇരിക്കും. ഇതെല്ലാം ഓയിലാണ്, കംപ്ലീറ്റ് ഓയിൽ, ഇതെല്ലാം ഓയിലാണ്. അപ്പം ഈ മെഷീൻ്റെ നമ്മളൊരു ഫുഡ് വാങ്ങിക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ കൂടുതൽ കുക്ക് ചെയ്യുന്നൊരു ഫാമിലി ആണെന്നുണ്ടെങ്കിൽ നല്ല സെക്ഷനുള്ള ഒരു ഫുഡ് വാങ്ങിച്ച് വെക്കുക എന്നുള്ളതാണ് ഫസ്റ്റ് പ്രയോറിറ്റി. അല്ലെങ്കിൽ നമ്മൾ നല്ലൊരു കിച്ചൺ ചെയ്ത് വെച്ചിട്ട് സാധാരണ രീതിയിൽ ഈ ഫുഡും പോകും നമ്മൾ കുറഞ്ഞത് വാങ്ങിച്ച് വെക്കും. ആ കുറഞ്ഞത് വാങ്ങിച്ച് വെച്ചാൽ ഈ സെക്ഷൻ കുറവുണ്ടെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ ചോദിക്കണം, ഒരു സപ്ലയർ നമ്മൾ ചോദിക്കണം എത്ര സെക്ഷൻ ഉണ്ട്. ഒരു നല്ല സെക്ഷനുള്ള ഫുഡ് വാങ്ങിച്ച് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഇഷ്യൂ നമുക്ക് 100% നമുക്ക് മാറ്റി വയ്ക്കാൻ പറ്റും. ഇത് നമ്മൾ അവിടുന്ന് ഇളക്കിയ കിച്ചണിൻ്റെ കംപ്ലീറ്റ് വേസ്റ്റാണ്, എല്ലാം ഡാമേജ് ആയിപ്പോയി, ഹോബൊക്കെ അങ്ങ് ദ്രവിച്ചു പോയി. നമുക്കിനി നെക്സ്റ്റ് വീഡിയോയിൽ ഈ ഒരു ഏരിയയും നമ്മുടെ ഇപ്പോഴത്തെ കിച്ചണും എങ്ങനെ ആയിരിക്കും എന്നുള്ളത് നമുക്ക് കാണാം.